ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലേഷ്യൻ വ്ളോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ പുത്തനംതിട്ടയിൽ നിന്ന് കോലാലംപൂരിൽ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന കാഴ്ചകളും അതിനുശേഷം അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലെ എക്സ്പ്ലോറിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോയെ പറ്റിയുള്ള കാര്യങ്ങളും എന്ത് ഡീറ്റെയിൽ ചോദിച്ചാലും ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അങ്ങനെ നമ്മൾ പുത്തനംതിട്ടയിൽ നിന്ന് കോലാലംപൂരിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് മലേഷ്യയിലൊരു യൂണിവേഴ്സിറ്റി ആണ്. അങ്ങനെ നമ്മൾ കോലാലംപൂർ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മൾ പോലീസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ബുക്കിറ്റ് ബിങ്താങ്ങിലാണ് കേട്ടോ. ബുക്കിറ്റ് ബിങ്താങ് എന്ന് പറഞ്ഞാൽ കോലാലംപൂർ സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ കുറേ മാറി. അമ്പലച്ചുംബികളായ കെട്ടിടങ്ങളാണ് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഇവിടെ കണ്ട കാഴ്ചകളിൽ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ ഇവർ ഓൾറെഡി 2100 വരെയുള്ള വിഷനായിട്ട് വെച്ചിട്ട് തന്നെയാണ് ഓൾറെഡി എല്ലാ റോഡും 6 വരി പാതയും കേട്ട് തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ ഓൾറെഡി അത്രയും വിഷൻ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. എന്നാലും ഈ പറഞ്ഞ തിരക്കുണ്ട് കേട്ടോ. ഈ സിറ്റി ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. മെട്രോ ഹോട്ടൽ ബുക്കിറ്റ് ബിങ്താങ്. അതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. ഇനി റൂമിലെ കാഴ്ചയിലേക്കാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ്. ടോയ്ലറ്റും അത്രയും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടോയ്ലറ്ററീസും അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ടവൽസും ഉണ്ട്. ഇത് നമ്മുടെ റൂമിൻ്റെ നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. അവിടെയും കുറേ അധികം ബിൽഡിങ്ങൊക്കെ പണി നടക്കുന്നതും അതല്ലാതെ കുറേ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ വീണ്ടും പുറത്തേക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. ഇത് KLCT ടൂറിൻ്റെക്കുള്ളൊരു വണ്ടിയാണ്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ ഒരു കോലാലംപൂർ സിറ്റി ഫുള്ള് കാണിച്ചു തരും. നൈറ്റ് ടൂറും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബുക്കിറ്റ് ബിങ്താങ്ങിൽ നിന്ന് ഒരു കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് കാഴ്ചകളാണ് നടന്നു പോകുന്നത്. ആ കന്ന പവലി എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. കുറച്ചധികം ഫെസിലിറ്റീസൊക്കെ ഉള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡിലും തിരക്കുണ്ട്. സ്ട്രീറ്റ് ഫുഡുകളുള്ള ഒരു ഇതാണ്. ഈ ഡിഷിന് ഇവിടെ എന്ത് പേര് പറയുന്നത് എനിക്കറിയില്ല. പല പല മോഡലായിട്ടുള്ള കുറേ തായ് ഫുഡ്, ചൈനീസ് ഫുഡ്, അതുപോലെ മലൈ ഫുഡ്. ഇതവിടെ നമുക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു. അത് ജ്യൂസ്, ഫ്രൂട്ട്സ് മിക്സ് ഉള്ള ജ്യൂസ് ഉണ്ടത്. ഇതാണ് ഒക്ടോപ്പസ്. ഇത് നമുക്കവിടെ ഫ്രൈ ചെയ്തും അങ്ങനെ കബാബ് സെറ്റപ്പിലൊക്കെ ആയിട്ട് ചെയ്തു തരും.
20 റിങ്കറ്റാണ് അതിൻ്റെ വില എഴുതിയേക്കുന്നത്. 20 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ 400 രൂപ. 20 വെച്ചിട്ടാണ് ഞാൻ രൂപ കൂട്ടിയത്. അങ്ങനെ 400 രൂപ വരും. അപ്പോൾ ഇവിടെ പല നമ്മൾ കാണാത്ത പല സാധനങ്ങളും കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ രാത്രി ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യാനും വരാറുണ്ട്. അതിൽ കൂടുതലും ടൂറിസ്റ്റുകളാണ് വരുന്നത്. പയ്യെ പോയ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസും അതിൻ്റെ ചെറിയൊരു ചില്ലി ഡിഷും കഴിച്ചു. ഈ വീഡിയോ ഇത്രോളും. ഇവിടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഇത് രാത്രിയിലെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളും രാവിലത്തെ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ.